ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാളയം മാർക്കറ്റ് അഥവാ കണ്ണമേറ മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ പാളയത്ത് ഞാനും അമ്മയും പിള്ളേരും കൂടിയാണ് പോയത്. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മളൊരു 10 രൂപ കൊടുത്താൽ ഒരു 1 അവർ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ വന്ന് ഇറങ്ങിയത് നമ്മുടെ ലോട്ടറിക്കാരൻ അമ്മയെ സോപ്പ് ഇടുന്നുണ്ട്. അമ്മ ആ സോപ്പിൽ നന്നായിട്ട് അലിഞ്ഞും വീണിട്ടുണ്ട്. ആളുടെ നിന്ന് ക്രിസ്മസ് ബമ്പറും വാങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. എന്തായാലും അപ്പോൾ അതൊക്കെ ഒരു അറ്റത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണമേറ മാർക്കറ്റ് കേട്ടോ. നമ്മൾ പാളയം മാർക്കറ്റ് എന്നാണ് പണ്ട് തൊട്ടേ പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പേരാണ് കണ്ണമേറ മാർക്കറ്റ്. അപ്പോൾ ഇതിൽ കിട്ടാത്തതായിട്ട് ഒരു സാധനമില്ല. ഈവൻ ഒരു കുഞ്ഞാണി തൊട്ട് അങ്ങറ്റം എന്ത് വേണോ അതുവരെയുള്ള ഐറ്റംസിൽ കിട്ടും. ഫർണിച്ചർ ഐറ്റംസ് ഒഴിച്ച് ബാക്കി എല്ലാം ഇതിനകത്ത് കിട്ടും. മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറാതെ ഞങ്ങൾ ആ സൈഡിലെ ഒരു വഴിയുണ്ട്, അവിടെ കൂടെയാണ് കയറിയിരിക്കുന്നത്. ഒരറ്റത്ത് നിന്ന് കവർ ചെയ്ത് റൗണ്ട് ചെയ്ത് വരാനുള്ള പരിപാടിയാണ്. അപ്പം അമ്മയ്ക്ക് ഇവിടെയൊക്കെ കാണുന്ന ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങും. കാരണം ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മ ഇവിടെ നിന്നാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ കാന്താരി, അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമുക്കിപ്പം ലുലുവിലോ അല്ലെങ്കിൽ പിന്നെ പോത്തീസിലോ അല്ലെങ്കിൽ അവിടെ ഒന്നും കിട്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ കുഞ്ഞ് മാർക്കറ്റിനകത്ത് കിട്ടും. കാണുമ്പോൾ കുഞ്ഞാണെന്ന് തോന്നിയാലും ഇതിനകത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൻ്റെ ഷോപ്പ്, അതുപോലെ ഇറച്ചി, മീൻ, പിന്നെ എന്താണ് സ്റ്റേഷനറി ഐറ്റംസ്, അല്ലെങ്കിൽ പിള്ളേരുടെ ടോയ്സ്, ഡ്രസ്സസ്, ഇതൊക്കെ കണ്ടില്ല, റീത്ത് വരെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇതാണ് പാളയം. ഇത് ഇങ്ങനത്തെ കുറേ ഇടവഴികളാണ് കേട്ടോ ഈ മാർക്കറ്റിനകത്ത്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രം കാണാൻ വരുന്നവരാണെങ്കിലും ഒന്ന് ഇതുപോലെ ചില്ലറ ഷോപ്പിങ്ങിനൊന്ന് ഇതിനകത്ത് കയറി നോക്കണം. ഇതിപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ട് മിക്ക ഷോപ്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നാലും അത്യാവശ്യം വേണ്ട കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതുപോലെ തേങ്ങ, മുട്ട, അടയ്ക്ക, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ ഒരു ബിഗ് ബസാറൊക്കെ വരുന്ന കാലത്തിനൊക്കെ മുമ്പ് അന്നൊക്കെ നമുക്ക് ഈ പാളയം മാർക്കറ്റ് അല്ലെങ്കിൽ ചാല മാർക്കറ്റൊക്കെ തന്നെ ആയിരുന്നു മിക്കവാറും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. കാരണം അന്ന് ഈ ലുലു മോളോ അല്ലെങ്കിൽ പോത്തീസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇവിടെയാണ് സകല സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ ഈ ഒരു ഷോപ്പിൽ കണ്ടോ ഈ ചോളം, നമ്മൾ ഈ പോപ്കോണിന് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള പോപ്കോണിൻ്റെ ആണ്. ഇത് നമ്മൾ വറുത്തെടുത്ത് കുക്കറിലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് പോപ്പ് ആവും. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ലൂസായിട്ട് നമുക്ക് വാങ്ങാം. പിന്നെ വേണ്ട ആട്ടിയ വെളിച്ചെണ്ണ, കുടംപുളി, പിന്നെ ഇല്ലാത്ത സാധനം ഈ ഒരു നാരങ്ങ കണ്ടോ, കരിഞ്ഞ നാരങ്ങ, കറുത്ത നിറത്തിയിരിക്കും, അത് ഉണക്കിയെടുത്തത്. ഇത് നമ്മൾ ഈ മന്തിയിലൊക്കെ യൂസ് ചെയ്യും ഉണ്ടാക്കാനായിട്ട്. ഈ ഹോട്ടൽസിലൊക്കെ തന്നെ അവർ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ അവരിവിടെ ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ വന്നിട്ടാണ് അവർ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ സ്പൈസസൊക്കെ ഒത്തിരി ഇവിടെ അവൈലബിളാണ്. ഇത് കണ്ടോ, നമ്മൾ പശുവിനൊക്കെ കൊടുക്കുന്ന പിണ്ണാക്കില്ലേ, അതാണ്. പിന്നെ തെനയുണ്ട്, ഈ കിളികൾക്കൊക്കെ കൊടുക്കുന്ന ഇത്. പിന്നെ അതുപോലെ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ. ഇതിപ്പോൾ നമ്മൾ കണ്ട സൺഫ്ലവറിൻ്റെ സീഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഇത് നമ്മുടെ മട്ടൺ, ബീഫൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതേ അറക്കാനായിട്ട് കൊണ്ടുവന്ന ആടൊക്കെ അങ്ങനെ നിൽക്കുവാണ്. അതിനെ കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും, പക്ഷെ കഴിക്കുമ്പോൾ നമ്മൾ ആ വിഷമമൊന്നും നോക്കാറില്ല അല്ലേ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ചിക്കൻ സ്റ്റോളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് ഫിഷിൻ്റെ മാർക്കറ്റാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. എന്നാലും അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെ കുറേ കത്തി, സ്പാനർ, ചങ്ങല, ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പാണ്. അതിൻ്റെ താഴെ സഞ്ചിയിൽ അടക്കി വെച്ചിട്ടുണ്ട്. ഇത് തൊട്ടടുത്തുള്ളൊരു ഷോപ്പാണ്. ഇതിനകത്ത് കിട്ടാത്ത ഗ്രോസറി ഐറ്റംസ് ഒന്നുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ കിട്ടും കേട്ടോ. ഒരു സൺഡേ ബിരിയാണിയൊക്കെ വെക്കണമെന്ന് പെട്ടെന്നൊരു തീരുമാനമായി. കുറച്ച് ഗസ്റ്റ് വന്ന് നിങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി, അല്ലെങ്കിൽ പാളയം മാർക്കറ്റിൽ വന്നാൽ മതി. ഇറച്ചിയും മസാലയും വെജിറ്റബിൾസും ഫിഷും എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ കിട്ടും. ഇത് നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇന്ന് വളരെ കുറവാണ് മീൻ, കുറച്ചൊക്കെ ഉള്ളൂ. ഈ സാധാരണ ഇങ്ങനെയല്ല. തിരക്കുള്ള ദിവസമാണെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങ് ഇഷ്ടം പോലെ ആൻറ്റിമാർ മീനൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുന്ന കാണാം. അവിടെ അത്യാവശ്യം ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് തന്നെയാണ് ആൾക്കാർ ഇവിടുന്ന് വാങ്ങുന്നത്. അപ്പോൾ അമ്മ ഇവിടുന്ന് മീൻ അച്ചാർ ഇടാനായിട്ട് ഒരു വലിയൊരു ചൂര വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ പുള്ളിയെ കൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ എന്ന് അറിയണം. ചിലർ കേര എന്ന് പറയും.
അപ്പം എന്തായാലും ആ ഒരു മീൻ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, ആവോലി, അയല, നെത്തോലി, നെമ്മീനൊക്കെ നല്ല മുഴുത്ത പീസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും അല്ല ശരിക്കും നമ്മളൊരു വർക്കിംഗ് ഡേയിൽ വരികയാണെങ്കിൽ നൈറ്റ് വരെയും ഏകദേശം ഒരു 9 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. മാർക്കറ്റിനകത്ത് ഫിഷൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെജിറ്റബിൾസിൻ്റെ ഒരു സൈഡാണ്. ഈ ചിക്കനും മട്ടനും ഫിഷൊക്കെ വാങ്ങിയിട്ട് നേരെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കപ്പയും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പോവും. പിന്നെ അതേ കാന്താരി, ഇത് അമ്മയുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണേ. അപ്പം മിക്കവാറും പാളയത്ത് വന്നാൽ കാന്താരി വാങ്ങിക്കാറുണ്ട്. ഈ ആൻറ്റി തന്നെ ഇത് ഇവിടെ കുറേ ഉണക്കമീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും കുറേ വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഫാൻസി സ്റ്റോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടച്ചേക്കുവാണ്. ചില ഷോപ്പുകളൊക്കെ സൺഡേ ക്ലോസ് ചെയ്യും. ഇതുപോലെ വെജിറ്റബിളും ഫിഷും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓപ്പൺ ആയിരിക്കും. പിന്നെ അതുപോലെ ഇനിയുള്ള ഒരു സൈഡ് ഈ നൈറ്റി ഷോപ്സ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ തുണിക്കടകളുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ളും തുണിക്കടകളാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സൈഡ് കണ്ടോ, ഇവിടെ മൊത്തം പാത്രങ്ങളാണ് കേട്ടോ. ഒരു കുഞ്ഞ് കിണ്ണം തൊട്ട് വലിയ ബക്കറ്റ് വരെ ഇവിടെ കിട്ടും. അതുപോലെ ചൂല്, ബ്രഷ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നമ്മുടെ കുട്ടീസ് പതിവ് പോലെ ഓരോ ടോയ്സ് അത് എവിടെ കണ്ടാലും ഓരോന്ന് വാങ്ങിച്ചാലേ അവർക്ക് സമാധാനം തരും. ഇല്ലെങ്കിൽ അവരെന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അവർക്കറിയാം ഞാനിങ്ങനെ വീഡിയോ ശ്രദ്ധിച്ചെടുക്കുകയാണെന്ന്. ഓക്കെ, അപ്പോൾ അതേ ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. മീൻ ചട്ടിയൊക്കെ പെട്ടെന്ന് വാങ്ങണമെന്ന് തോന്നി ഓടി വന്ന് വാങ്ങിയാൽ മതി കേട്ടോ ഇവിടെ നിന്ന്. അങ്ങനെ നമ്മുടെ പാളയം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അന്തമില്ലാതെ കിടക്കുവാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു കുഞ്ഞ് മാർക്കറ്റാണെന്ന് തോന്നിയാലും ഇതിനകത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലും ഇതിനകത്ത് ലഞ്ച് ബോക്സൊക്കെ ഈ പത്രക്കടയിലൊക്കെ ലഞ്ച് ബോക്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ ഇതേ ഒരു സൈഡ് മൊത്തം ചെരുപ്പ് കടകളാണ്. ഇവിടെയൊന്നും അധികം അങ്ങനെ റേറ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിന് ലാഭമാണ് ചാല മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ. അവിടെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഐറ്റംസാണ് ഈ ചാല മാർക്കറ്റിൽ. അത് ഇങ്ങനെയൊന്നും നമുക്ക് എടുത്ത് തീർക്കാൻ പറ്റില്ല ഒറ്റയടിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചേട്ടൻ സ്റ്റിച്ചിങ് സെൻറ്ററൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് പല പല കടകളും ഇതിനകത്തുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ട്രിവാൻഡ്രത്തൊക്കെ പഠിക്കാനായിട്ട് വന്ന് സ്റ്റേ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും കോളേജിലൊക്കെ, അല്ലെങ്കിൽ ഹോസ്റ്റൽസിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസസിലുള്ള സ്റ്റാഫ്സ്. അവരൊക്കെ പെട്ടെന്ന് വന്ന് ഷോപ്പ് ചെയ്ത് ഇവിടെ നിന്നാണ് പല ഐറ്റംസും വാങ്ങിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ പാത്രങ്ങളായാലും മെത്തയായാലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ വന്നിട്ടാണ് മിക്കവാറും വാങ്ങിയിട്ട് പോകാറുള്ളത്. അപ്പം നമ്മൾ റൗണ്ട് ചെയ്തപ്പോഴേ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഇതുവഴിയാണല്ലോ കയറിയത്. അപ്പം നമ്മളിപ്പം അതുവഴി തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഗണപതിയുടെ ടെമ്പിൾ കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മോസ്ക് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ചർച്ചും ഉണ്ട്. അപ്പോൾ ഒരു മതസൗഹാർദ്ദമായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇവരൊക്കെ അന്യോന്യം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഈ പാളയം എന്ന് പറയുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വിചാരിച്ചപ്പോൾ ഒരു ആൻറ്റി ചക്കയായിട്ട് നിൽക്കുന്നു. പിന്നെ അമ്മ അതും വെറുതെ വിട്ടില്ല, അമ്മ അതും വാങ്ങി കേട്ടോ. അങ്ങനെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ടയേർഡായി നേരെ ഫുഡ് കഴിക്കൽ പരിപാടിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോയത് സൽക്കാരം ഇടവഴി എന്ന് പറയുന്ന ഹോട്ടലാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബൈ ബൈ.